ഹായ് ഗൈസ്, മാർക്കറ്റ് മിഷുവിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി ഇന്നത്തെ ഫസ്റ്റ് ഹാഫ് നമുക്ക് വേണമെങ്കിൽ പറയാം. നിഫ്റ്റി ഒരു വളരെയധികം ബെയറിഷ് മൂവ് തന്നത്. ഓൾമോസ്റ്റ് നിഫ്റ്റി 1.5% ഡൗൺ പോയിട്ടാണ് മുകളിലേക്ക് തിരിച്ച് കയറിപ്പോയത്. ടോട്ടലി ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ ആയിരുന്നു. വളരെ നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയുടെ ഒരു സ്വിംഗ് ട്രേഡ് പൊസിഷൻസും കാര്യങ്ങളൊക്കെ ലോങ് പൊസിഷൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് പേടിച്ച് കാണണം. പേടിച്ച് ഒന്നുകിൽ രണ്ട് കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. പേടിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. പേടിച്ച് സ്ക്വയർ ഓഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്ത് കാണും. കാരണം അവിടെ നിന്ന് വളരെയധികം ഒരു ബുള്ളിഷ് മൊമെൻറ്റം ആണ് മുകളിലേക്ക് കിട്ടിയത് നിഫ്റ്റിയിൽ. ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇപ്പോഴും വാലിഡ് ആണ്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഞാൻ പറഞ്ഞിരുന്ന ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ സ്റ്റിൽ വാലിഡ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് 25,500 ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതും ടാർഗറ്റും സ്റ്റിൽ വാലിഡ് ആണ്. നമുക്ക് നോക്കാം എത്രമാത്രം പോവും, അല്ലെങ്കിൽ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നിഫ്റ്റിൻ്റെ അനാലിസിസ് അത്രയേ ഉള്ളൂ. നമുക്ക് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സിലേക്ക് പോകാം. അപ്പോൾ സിനെക്സ് മിഡ് സ്മോൾ 400 ഇൻഡെക്സ്, മിഡ് സ്മോൾ 400 ഇൻഡെക്സിലെ ഞാൻ പറയുകയുണ്ടായി നല്ലൊരു ബെയറിഷ്നെസ് ചാൻസ് ഉണ്ടെന്ന്. അത് തന്നെ നമുക്ക് സംഭവിച്ചു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് 2% ഫോളോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഹൈയിൽ നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 2% or 1.75% ഫോളോ നമുക്ക് കിട്ടി. സ്മോൾ ക്യാപ്പിലൊക്കെ 2% ഫോളോ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു റിക്കവറി ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ റിക്കവറി ക്യാൻഡിൽ, അതായത് ഈ ഒരു ഹൈക്ക് മുതൽ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നിഫ്റ്റി നിഫ്റ്റിയും പോട്ടെ, മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ബുള്ളിഷ് ആവുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാൻഡലിന് ശേഷം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോഴും നോക്കിക്കാണുന്നത്. കാരണം ഇവിടെയൊക്കെ നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ കണ്ടു ഇങ്ങനത്തെ ഒരു ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇൻഡെക്സ് അധികം സസ്റ്റെയിൻ ചെയ്തില്ല. എസ്പെഷ്യലി 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലോ അടുത്തൊക്കെ ആയിട്ടാണ് നിങ്ങൾ നോക്കിയത്. ഇവിടെയൊക്കെ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഒരു ബെയറിഷ്നെസ് വന്നിട്ടാണ് മുകളിലേക്ക് പോയത്. അപ്പോൾ വീണ്ടും ഒരു ബെയറിഷ്നെസ് ഇൻഡെക്സിലേക്ക് വരാൻ പറ്റുമോ എന്ന് വെച്ചാൽ വരാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഡെപ്ത് അനാലിസിസിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, വേറെ 1-2 കാരണങ്ങളും കൂടെ. അപ്പോൾ റൈറ്റ് നൗ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഒരു ബെയറിഷ് കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ നോക്കിക്കാണ്ടത് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ. ചെറിയൊരു പുഷ് മുകളിലേക്ക് വന്ന് ചിലപ്പോൾ വീഴാം. പക്ഷേ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്, ഈ റെസിസ്റ്റൻസ് ലെവലിനൊക്കെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് വരുന്ന ഒരാഴ്ചയിൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ബുള്ളിഷ് മൂവിനെ തരും. പക്ഷേ ഞാൻ ഇപ്പോഴും അത്രയ്ക്ക് ഒപ്റ്റിമിസ്റ്റിക് അല്ല. ചെറിയൊരു മൂവ് തന്ന് വീണ്ടും താഴത്തേക്ക് വരാനുള്ള പ്ലാനാണ് തരുന്നത്. അതുപോലെ തന്നെ 2 ദിവസം കൊണ്ട് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് ലാസ്റ്റ് 2 ഡേയ്സ് എത്ര മൂവാണ്, ഈ ടോപ്പിൽ നിന്ന് ലാസ്റ്റ് 2 ഡേയ്സ് നമുക്ക് എത്ര 2.75% മൂവാണ് തന്നത് താഴത്തേക്ക്. എന്നിട്ട് തിരിച്ച് ഒബ്വിയസ്ലി റിക്കവർ ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു മൂവിനകത്ത് ഈ ലാസ്റ്റ് 2-3 ഡേയ്സിലൊക്കെ എടുത്ത സ്റ്റോപ്പ് ലോസുകൾ കുറേ അടിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവിടുന്ന് ഒരു ഫാസ്റ്റ് മൂവ് താഴത്തേക്ക് വന്നാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസൊക്കെ അടിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഈ സമയത്തൊന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു SBIയിൽ. അതിൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്ത് ഞാൻ പകുതി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പകുതി ക്വാണ്ടിറ്റി വിറ്റ് ബാക്കി സ്റ്റോപ്പ് ലോസ് ടു ബ്രേക്ക് ഈവൻ വെച്ചിരുന്നു. അത് അടിക്കുകയും ചെയ്തു. ഇപ്പോൾ SBIൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഇവിടെയാണ് ട്രേഡ് എടുത്തത്. ഞാൻ എന്നിട്ട് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെ പകുതി ഞാൻ സെല് ചെയ്തിട്ട് ബാക്കി സ്റ്റോപ്പ് ലോസ് മറിക്കാൻ വെച്ചു. അത് ഇന്നത്തെ ക്യാൻഡിൽ നേരെ താഴെ വന്നത് അടിച്ചിട്ട് പിന്നെ മുകളിൽ കയറിപ്പോയി. സോ റിഗ്രറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെറിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കി, ചെറിയ ലോസ് ഉണ്ടാക്കി, ചെറിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കി, ലോസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇറ്റ് വാസ് എ റിയലി ഗുഡ് ട്രേഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ എപ്പോഴാണ് ഒരു ട്രേഡ് വളരെ നല്ല ട്രേഡാണെന്ന് പറയുന്നത്, നമ്മുടെ പ്രോസസ്സ് പ്രോപ്പറായി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആ ട്രേഡിനെ വളരെ നല്ലൊരു ട്രേഡാണെന്ന് പറയുന്നത്. ഇപ്പോൾ ആ ട്രേഡിൽ നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് സംഭവിച്ചോണം, ലോസ് സംഭവിച്ചോണം, ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസും പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തോ, നമ്മുടെ റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗുഡ് ട്രേഡാണ്. റെസ്പെക്റ്റീവ് ഓഫ് വെദർ നമ്മളൊരു ലോസ് ആയിരുന്നോ, അത് ആ ട്രേഡ് ലോസ് ആയിരുന്നോ വിന്നായിരുന്നോ
എന്നുള്ളത് ആ ഒരു നമ്മൾ ഗുഡ് ട്രേഡർ എന്നുള്ള ഡെഫിനേഷനെ നമ്മൾ ഒരിക്കലും ബാധിക്കരുത്. നമ്മുടെ നമ്മൾ പ്രോസസ്സ് ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഗുഡ് ട്രേഡ് ആയിരുന്നോ അല്ലയോ എന്ന് നമ്മളൊരു ഒരു ട്രേഡിന് പറയാനുള്ള മെയിൻ മാനദണ്ഡമാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ വീണ്ടും നമുക്ക് CNX മിഡ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് പോകാം. സോ ഇവിടെ റൈറ്റ് നൗ പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ ഗ്യാപ്പ് അപ്സ് ആൻഡ് സസ്റ്റെയിൻ ചെയ്ത ഈ ഗ്യാപ്പുകളൊക്കെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് എന്ന് പറയുന്നുണ്ട്. സിമിലർലി നേരെ ഓൾമോസ്റ്റ് ആ ഗ്യാപ്പ് ലെവലിൽ വന്നിട്ടാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് തിരിച്ചു പോയത്. തിരിച്ചിങ്ങനെ നേരെ പോയിട്ട് തിരിച്ച് ഇവിടെ വരുവാണെങ്കിൽ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുമല്ലോ എന്നുള്ളത് കാര്യം നോക്കി തന്നെ അറിയണം. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് അഥവാ ഈ ലെവലിലേക്ക് വന്ന് ഈ ഗ്യാപ്പൊക്കെ എന്തായാലും സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഐഡിയൽ കേസ് സിനാരിയോ ഈ ഗ്യാപ്പുകളിൽ നിന്നും വന്ന് റെസിസ്റ്റൻസ് എടുക്കാതെ ഇവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെയധികം ബുള്ളിഷ് ആയിരിക്കും മാർക്കറ്റ്, നമുക്ക് കൂടുതൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ കുറിച്ചുള്ള അനാലിസിസ്. നമുക്ക് ഇനി നേരെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ പെർസെൻറ്റേജ് സ്റ്റോക്സ് അബവ് 20 MA, പെർസെൻറ്റേജ് സ്റ്റോക്സ് അബവ് 50 MA ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ബെയറിഷ് ആയിരുന്നു. പെർസെൻറ്റേജ് സ്റ്റോക്സ് അബവ് 20 MA അത് 71% നിന്ന് ആയിരുന്നു, അത് 71% നിന്ന് 66% എത്തി. സോ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ ചെറിയൊരു ഗെയിനാണ് ഇവിടെ കാണിക്കുന്നത്. ചെറിയൊരു ലോസാണ്, -0.20% ലോസായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സെയിം സിനാരിയോ ആണ് തന്നെ ഇവിടെയും. 71%, 66% ചെറിയ ലോസസ് ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ ചെറിയ കൺസോൾട്ടേഷനൊക്കെ ചെയ്ത് ഒന്ന് മുകളിലേക്ക് പോവുകയാണ്, നമുക്ക് ഇനി വീണ്ടും വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ റൈറ്റ് നോ നിങ്ങളൊന്നും വാങ്ങരുത്. മാർക്കറ്റിൽ ചെറിയ ബുള്ളിഷ്നെസ് ഓർ ബൈയിങ് പ്രഷർ കാണാത്തിടത്തോളം കാലം നമ്മൾ കൂടുതൽ പൊസിഷൻസ് ഓപ്പൺ ചെയ്യാതിരിക്കുകയായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച്. റൈറ്റ്, ദർ ഇസ് എ ടൈം ടു ബൈ, ദർ ഇസ് എ ടൈം ടു സെൽ ആൻഡ് ദർ ഇസ് എ ടൈം ടു ഗോ ഫിഷിംഗ് എന്നാണ് മാർക്കറ്റിലെ ആൾക്കാർ പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇംഗ്ലീഷ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലുള്ള ആൾക്കാർ ഫ്രീ ടൈം കൂടുതൽ ഫിഷിങ്ങിനും കാര്യങ്ങളും പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മാർക്കറ്റ്സ് നോക്കുന്നില്ല, ബൈയിങ് ഓർ സെല്ലിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ ഫിഷിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ മാർക്കറ്റ് നോക്കാതെ ഇരിക്കുന്നു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ മാർക്കറ്റ് നോക്കാതെ ഇരിക്കുക, അഥവാ മാർക്കറ്റ് നോക്കിയാൽ കൂടെ കൂടുതൽ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ഫോൾ ഞാൻ പ്രതീക്ഷിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ലൈറ്റായിട്ട് മാർക്കറ്റിൽ വാച്ച് ചെയ്തിട്ടുള്ളൂ, അതുപോലെ തന്നെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഈ ഒരു ഫോൾ ഞാൻ മാറി നിന്ന് കണ്ടു. ഇപ്പോൾ ഇവിടുന്ന് എന്താണ് സംഭവിക്കുക, താഴത്തേക്ക് പോകുമോ മുകളിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ നോക്കി കാണാം. സോ റൈറ്റ് നൗ ഞാൻ ചെറിയ രീതിയിൽ ബെയറിഷ് ഇൻ ദ സെൻസ് എല്ലാം കൂടെ ഒറ്റയടിക്ക് എല്ലാം കൂടെ താഴെ വീഴുന്നില്ല. പക്ഷേ സ്വിംഗ് ട്രേഡിംഗ് ഓർ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു എൻവിറോൺമെൻ്റ് അല്ല. സോ മാർക്കറ്റ് സ്റ്റഡി, എൻ്റെ മാർക്കറ്റ് സ്റ്റഡി അതാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് നിങ്ങളുടെ വ്യൂ അബൌട്ട് ദ മാർക്കറ്റ്, ഈ വരുന്ന ആഴ്ചത്തേക്ക് നിങ്ങളുടെ വ്യൂ അബൌട്ട് ദ മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ ഐ എം ബി ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ വ്യൂസ് ആസ് വെൽ ആസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിങ്ങിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓവറോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ വിൽ ഗിവ് ദം സംതിങ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് അബൌട്ട് മാർക്കറ്റ്സ് എന്നും അറിയണം എന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ലൈക്ക് ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്തും, കൂടുതൽ റീച്ച് എനിക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ കൂടുതൽ അമേച്ചർ ആയിട്ടുള്ള മാർക്കറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു വെക്കുന്ന പലരിലേക്കും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. Happy investing, happy trading, and see you next week.